ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഗുഡ് ഈവനിങ്ങിൻ്റെ ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റാക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് നോക്കാം ഗുഡ് ഈവനിങ് വിഷസ് എങ്ങനെയാണ്. പീസ്ഫുൾ ആൻഡ് കാമിങ്. നമ്മളിപ്പോൾ നല്ല പീസ്ഫുള്ളായിട്ടും കാമായിട്ടും എങ്ങനെ വിഷ് ചെയ്യാമെന്ന് നോക്കാം. വിഷിങ് യു എ ആർ സ്ക്രീൻ ആൻഡ് പീസ്ഫുൾ ഈവനിങ്. നല്ലൊരു പീസ്ഫുൾ സമാധാനത്തോടുള്ള സ്വയം സന്ധ്യ നേരുന്നു. May your evening be filled with tranquility and relaxation. അതായത് നമ്മുടെ ഈവനിങ് നന്നായിട്ട് ഫില്ലായിട്ടും നല്ല റിലാക്സ് ആയിട്ടും ഇരിക്കട്ടെ. പിന്നെ അൺവൈൻഡ് ആൻഡ് എൻജോയ് ദ കാം ഓഫ് ദ ഈവനിങ്. നമ്മൾ നന്നായിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ട്, ഇപ്പോൾ ഈവനിങ് ആകുമ്പോൾ വൈകിട്ടാകുമ്പോൾ ഇഷ്ടം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയമായിരിക്കും. നമ്മൾ തണുത്ത കാറ്റൊക്കെ കൊണ്ട് റിലാക്സ് ചെയ്യുക. പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലും അങ്ങനത്തെയൊക്കെ ഒരു അതാണ്. ഇൻസ്പിറേഷണൽ ആൻഡ് അപ്ലിഫ്റ്റിംഗ്. ഗുഡ് എൻഡ് യുവർ ഡേ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പോസിറ്റിവിറ്റി. നമ്മളിപ്പോൾ ഡേ അവസാനിക്കാൻ പോവാണ്, അപ്പോൾ നമ്മൾ നല്ലൊരു പോസിറ്റിവിറ്റി ആയിട്ടും എൻഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ മേ യുവർ ഈവനിങ് ബി എ റിഫ്ലക്ഷൻ ഓഫ് എ ഡേ വെൽ ലീവ്ഡ്. നമ്മളിങ്ങനെ ജീവിച്ചിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ജീവിച്ചിരുന്നത് ഇന്നെങ്ങനെ നമ്മൾ ജീവിച്ചിരുന്നത് നമ്മൾ അതൊക്കെ ഓർത്ത് റിഫ്ലക്ഷനായിട്ട് അവയെ നമ്മളിങ്ങനെ ഓർക്കാറുണ്ട് എങ്ങനെയാണെന്ന്. എംബ്രാസ് ദ ബ്യൂട്ടി ഓഫ് ദ ഈവനിങ് ആൻഡ് ടുമാറോസ് പോസിബിലിറ്റി. അതായത് നമ്മൾ ഇന്നത്തെ ഈവനിങ്ങിനെ പറ്റി ഇതാക്കാം, നാളത്തെ പോസിബിലിറ്റി, അതായത് എന്തെങ്കിലും കാര്യം നടക്കാൻ എന്തെങ്കിലും കഴിഞ്ഞെ പറ്റിയൊക്കെ ആലോചിക്കുക, ഒന്ന് റിലാക്സ് ആവുക, അതൊക്കെ. ഈ റൊമാൻറ്റിക് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള വിഷിങ് യു എ ലവ്ലി ഈവനിങ് ഫിൽഡ് വിത്ത് ലവ് ആൻഡ് വാംത്ത്. അതായത് നമ്മൾ ഒരു ഈവനിങ് വിഷ് ചെയ്യുക, അതായത് റൊമാൻറ്റിക് ആയിട്ട് ലവ്ലി ആയിട്ടും ഈവനിങ് ഫിൽഡ് വിത്ത് വാംത്ത്. ഓക്കെ, അങ്ങനെ നല്ല സമാധാനത്തോടെ ഉള്ളൊരു ഈവനിങ് ആണ് നമ്മൾ വിഷ് ചെയ്യുക. മേ യുവർ ഈവനിങ് ബി എ ബ്യൂട്ടിഫുൾ ആസ് യു ആർ. നമ്മുടെ ഈവനിങ് വന്നിട്ട് എത്ര ബ്യൂട്ടിഫുൾ ആണോ അത്രയും ഇതായിട്ടിരിക്കാൻ. സെൻഡിങ് ലവ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് യുവർ വേ. നമ്മളിപ്പോൾ രാത്രിക്ക് ലവ് അയക്കുക, സ്വീറ്റ് ഡ്രീംസ് ഒക്കെ അയക്കുക. രാത്രി കിടക്കാൻ നേരത്ത് നമ്മളിപ്പോൾ ലവ്, അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് നമ്മൾ കിടക്കാൻ നേരത്താണല്ലോ പറയുന്നത്. സോ അപ്പോൾ നമ്മൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതൊക്കെ അയക്കുക. ലാസ്റ്റിലാണല്ലോ ഗുഡ് നൈറ്റ് അയക്കുക, അപ്പോൾ അതുപോലെയൊക്കെ അയക്കുക. പിന്നെ ഫ്രണ്ട്ലി ആൻഡ് കാഷ്വൽ. ഹോപ്പ് യു ഹാഡ് ആൻഡ് അമേസിങ് ഡേ ഗുഡ് ഈവനിങ്. ഇപ്പോൾ നമ്മൾ നല്ല ഒരു അമേസിങ് ഒരു ഡേ ആയിരുന്നു ഇന്ന്, ആയോട്ടെ. അപ്പോൾ ഗുഡ് ഈവനിങ് എന്ന് പറയും നമ്മൾ. വിഷിങ് യു എ ചിൽ ആൻഡ് റിലാക്സിങ് ഈവനിങ്. ഇപ്പോൾ നമ്മൾ ഒരു ഈവനിങ് മറ്റു റിലാക്സ് ആയിട്ട് ചില്ലായിട്ടൊക്കെ ഇരിക്കും. ഇപ്പോൾ നമുക്ക് വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് വൈകിട്ട് പുറത്ത് പോവുക, പാർക്കിൽ പോകുന്ന റിലാക്സ് ആവുക, നമ്മളതൊക്കെ ചെയ്യാറില്ല. അത് പിന്നെ ഈവനിങ് വൈബ്സ് ഉണ്ടാവും. അതായത് ഐ മീൻ റീചാർജ് ആൻഡ് എൻജോയ്. ഇപ്പോൾ നമ്മൾ വൈകുന്നേരം പോയിട്ട് പുറത്ത് പോകുക, ഒന്ന് റീചാർജ് ചെയ്യുക നമ്മളെ തന്നെ. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അതായത് ലേഡീസൊക്കെ ആണെങ്കിൽ അവരകത്ത് ജോലി ചെയ്ത് പുറത്തൊക്കെ പോയിട്ട് നല്ല ചില്ലാവുക, കൂളാവുക, അവിടെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്യുക, അങ്ങനെയൊക്കെ. നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോഴത്തേക്കും നമ്മളൊരു സ്മൈലും നമ്മൾ അന്നത്തെ ആ ഡേ നന്നായിട്ടിരിക്കാനായിട്ട്. ഓക്കെ, നമ്മളങ്ങനെ വേണ്ടി ശ്രമിക്കുക. പിന്നെ മോട്ടിവേഷൻ ആൻഡ് എൻകറേജിങ്. അപ്പോൾ നമ്മൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക. എൻഡ് യുവർ ഡേ സ്ട്രോങ് ആൻഡ് പ്രിപ്പയർ ഫോർ എ ബ്രൈറ്റർ ടുമോറോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നല്ല സ്ട്രോങ് ആയിട്ട് എൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നാളത്തെ ഡേക്കുള്ള നാളത്തെ ദിവസം ബ്രൈറ്റായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ സെക്കൻഡ് വന്നിട്ട് മേ യുവർ ഈവനിങ് ബി എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. സോ നമ്മുടെ വൈകുന്നേരത്തെ ഒരു ഈവനിങ് നാളത്തെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് സക്സസ് ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ നോക്കണം. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് മേക്ക് ടുമാറോ കൗണ്ട്. അത് നമ്മളെ തന്നെ വിശ്വസിക്കുക, എന്നിട്ട് നാളത്തേക്കായി വേണ്ടി നമ്മൾ കാത്തിരിക്കുക. സ്പിരിച്വൽ ആൻഡ് ഹാർട്ട്ഫുൾ. മേ ഗോഡ് ബ്ലെസ് യു വിത്ത് പീസ് ആൻഡ് ജോയ് ദിസ് ഈവനിങ്. ഇപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നല്ല പീസ്ഫുള്ളായിട്ടും സമാധാനമായിട്ടുമുള്ള ഒരു സായം സന്ധ്യയ്ക്ക്. വിഷിങ് യു ബ്ലെസ്ഡ് ആൻഡ് സ്ക്രീൻ ഈവനിങ്. അതായത് നമ്മുടെ ഈവനിങ് വന്നിട്ട് നല്ല ബ്ലെസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് അനുഗ്രഹിക്കട്ടെ. സെൻഡിങ് ലവ് ലൈറ്റ് ആൻഡ് പോസിറ്റീവ് എനർജി യുവർ വേ. നമ്മൾ ലവ് ലൈറ്റ് അങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ടുള്ള നമ്മൾ ചെയ്യട്ടെ. പിന്നെ ഫണ്ണി ആൻഡ് ലൈറ്റ് ആയിട്ട് ഈവനിങ് സർവൈവൽ മോഡൽ ആക്ടിവിറ്റി. ആ ഈവനിങ് നല്ല ഇതായിട്ടിരിക്കാനും നല്ലൊരു മോഡൽ ആക്ടിവിറ്റി ആയിട്ടിരിക്കാനും. പിന്നെ വിൻ ആൻഡ് അൺവൈൻഡ് ദി പെർഫെക്റ്റ് ഈവനിങ് ക്യാമ്പൽ. മേ യുവർ ഈവനിങ് ബി ഫിൽഡ് വിത്ത് ലാഫ്റ്റർ ആൻഡ് ഗുഡ് ടൈംസ്. അതായത് നമ്മുടെ ഈവനിങ് വന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് തമാശയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിരിക്കത്തില്ല, അപ്പോൾ ചിരിച്ച് നല്ല രീതിയിൽ അവസാനിക്കായിട്ട്
നമ്മൾ ഇരിക്കട്ടെ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്ങൊക്കെ നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുക, ഇപ്പോൾ ജോലിയും കഴിഞ്ഞ് വന്ന ആൾക്കാണെങ്കിൽ വീട്ടിൽ പോകാൻ റെസ്റ്റ് ചെയ്യുക, കുറച്ച് നേരമെങ്കിലും നമ്മൾ ചെയ്യാണ്ടിരിക്കത്തില്ല. ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാണെങ്കിൽ വന്നവറിന് വീട്ടിലെ ജോലിയും ചെയ്യണം ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വന്നവറിന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവുക, ഒന്ന് ചില്ലാവുക, ഒരു കോഫിയൊക്കെ കുടിച്ച് ചില്ലാവുക. ഓരോരുത്തർക്ക് ഓരോ ശീലങ്ങളുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ചില്ലാവുക അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് നമ്മൾ ഈ ഗുഡ് ഈവനിങ്ങിൽ ഇങ്ങനത്തെയൊക്കെ വിഷസാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിന് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ രണ്ടാമത്തെ ചാനലായ കൊമേഴ്സ് മാസ്റ്റർ 2024 എന്ന ചാനലുകളൊന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ വന്നിട്ട് ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി, സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസി ടിപ്സാണ്. ആർക്കെങ്കിലും അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷോ അല്ലെങ്കിൽ അക്കൗണ്ടൻസിയോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അപ്പോൾ നിങ്ങൾക്ക് നമ്പറിൽ വിളിക്കുവാണെങ്കിൽ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.